Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നെക്സ്റ്റ് മന്ത് 7-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ആക്ച്വൽ ടൈം ടേബിൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. 30 ദിവസമാണ് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള. അപ്പോൾ ഒരുപാട് പേര് സപ്ലി എഴുതി വീണ്ടും 1-2 പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. സോ ഇനിയും സപ്ലി ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 4 സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്, ഈ 2 ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ 4th നമുക്ക് വരുന്നത് ഈ പേപ്പേഴ്സൊക്കെയാണ്, എല്ലാവർക്കും അറിയാം. ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് റെഗുലേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്. സോ 2 പ്രോബ്ലം പേപ്പേഴ്സും 3 തിയറി സബ്ജക്ട്സ് ആണ് വരുന്നത്. മെജോറിറ്റി കുട്ടികൾക്ക് സപ്ലി കിട്ടിയിട്ടുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ്സിലുമാണ്, പ്രോബ്ലം പേപ്പേഴ്സിലാണ്. പിന്നെ തിയറിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ലോ പേപ്പറാണ്, കോർപ്പറേറ്റ് റെഗുലേഷൻ. അപ്പോൾ പല കുട്ടികളും ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഡേറ്റ് വന്നിട്ടുള്ളത്. അറിയാത്തവർ ഒരുപാടാണ്. കാരണം ലാസ്റ്റ് മൊമെൻറ്റിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയി എഴുതിയിട്ടാണ് ഈ സപ്ലി ലഭിക്കുന്നത്, കറക്റ്റ് പ്ലാനിങ് ഇല്ലാണ്ട് പഠിച്ചിട്ട്. അപ്പോൾ ഓൾറെഡി സപ്ലി കിട്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും മറ്റൊരു വരവിലേക്കാണ് ഇപ്പോൾ 7-ാം തീയതി അല്ലേ നടക്കുന്നത്. അപ്പോൾ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്ക് പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും ഞാൻ പറഞ്ഞു, ഇതാണ് മെയിൻ പ്രശ്നക്കാരായിട്ട് നിന്നിട്ടുള്ള. അപ്പോൾ ഇതിൽ സപ്ലി ലഭിച്ചിട്ടുള്ള കുട്ടികൾ, അതല്ലാത്തവരാണെങ്കിലും തിയറി പേപ്പേഴ്സിലാണെങ്കിലും, നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ പേപ്പേഴ്സ്, ഇപ്പോൾ ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം, അല്ലെങ്കിൽ 2 2, ആ പേപ്പേഴ്സ്, അതിൻ്റെ ബുക്സ് ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുക. പലർക്കും കോഴ്സൊക്കെ കഴിഞ്ഞ് സ്റ്റഡി ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ബുക്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതും സ്മാർട്ട് സ്റ്റഡി നടത്തണം. വെറുതെ ബുക്ക് എടുത്തിട്ട് കുറേ പഠിച്ച് പോയിട്ട് കാര്യമില്ല. എക്സാമിന് വരുന്നത് പഠിക്കുക, അതാണ് സ്മാർട്ട് സ്റ്റഡി. അപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ ഏരിയ പ്രോപ്പറായിട്ട് പഠിപ്പിച്ച് അവസാനിപ്പിക്കലാണ്. അല്ലാണ്ട് കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. വേണ്ടത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ 30 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള. പലർക്കും ഇത് പഠിക്കേണ്ട ഓർഡർ പോലും അറിയില്ല. വെറുതെ ബുക്ക് എടുത്തിട്ട് ആ ബുക്കിലത്തെ ഓർഡറിലാണ് പഠിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടേ. ഇപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ കാണാൻ സാധിക്കും, ബേസിക്സ്, പിന്നെ മെറ്റീരിയൽ അല്ലേ, ലേബർ, അതിനുശേഷം ഓവർ ഹെഡ്സ്, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്, ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടത്, ഞാൻ അതിൻ്റെ ഓർഡർ പറഞ്ഞതാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ നിങ്ങൾ യൂണിറ്റ് കോസ്റ്റിംഗ്, നമ്മൾ കോസ്റ്റ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മുടെ പഠനം ആരംഭിക്കേണ്ടത്. അതിൽ നിന്ന് എന്തായാലും പലപ്പോഴും എക്സാമിന് ചോദ്യങ്ങൾ വരും. അതിനുശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഏരിയസിലോട്ട് കിടക്കണം. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് പോകേണ്ടത് മെറ്റീരിയലാണ്. നമുക്ക് വളരെ കംഫർട്ടബിളാണ് മെറ്റീരിയൽ. ലിഫോ ഫിഫോ 5 മാർക്കോ ചില സമയത്ത് SC അടക്കം വരാറുള്ളതാണ്. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ് കഴിഞ്ഞാൽ മെറ്റീരിയൽ പോവുക, ലേബർ അവിടെ വയ്ക്കുക. ഈ പറയുന്ന മെറ്റീരിയലിൽ നിന്ന് 5 മാർക്ക് ചോദ്യങ്ങൾ, SA 2 മാർക്സ് എല്ലാം വരുന്നതാണ്. ലിഫോ ഫിഫോ, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്, ഇതിൽ നിന്നൊക്കെ വരാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ്, കോസ്റ്റ് ഷീറ്റ് പഠിച്ചതിന് ശേഷം മെറ്റീരിയൽ പഠിക്കുക, ലേബറും ഓവർ ഹെഡും അവിടെ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മൊഡ്യൂൾ നമ്പർ 4 SA. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 4 ആണ്. SA 2 മാർക്സ് 5 മാർക്സ് എല്ലാത്തിലും വരുന്നത്. അതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് കോൺട്രാക്ട് കോസ്റ്റിങ്ങും പ്രോസസ്സുമാണ്. SCക്ക് കമ്പൽസറി പ്രോസസ്സും കോൺട്രാക്റ്റും നല്ല രീതിയിൽ പഠിക്കുക.
ഓക്കെ. ദെൻ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എസ് മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ സർവീസ് ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ഏതെങ്കിലുമൊക്കെ വന്നാലായി. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാത്രം നിങ്ങൾ ബാക്കിയുള്ള ഏരിയാസിലോട്ട് കിടക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ ഉണ്ട്, ഓവർ ഹെഡ് ഉണ്ട്. ഓവർ ഹെഡൊക്കെ കുറേ പഠിച്ചാലാണ് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 3 അതിന് ശേഷം പഠിക്കുക. ദെൻ പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ മൊഡ്യൂൾ നമ്പർ 5 ബഡ്ജറ്റിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ വരാറുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണാറില്ല. അപ്പോൾ ഇത് അവസാനം നോക്കിയാൽ മതി. ഇതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ വരാറുള്ളൂ. 2 മാർക്സിൻ്റെ എന്തെങ്കിലും തിയറി ചോദ്യങ്ങളൊക്കെ കണ്ടുവരാറ്. അപ്പോൾ ആ രീതിയിൽ അപ്രോച്ച് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാനിത് ഇപ്പോൾ തന്നെ പറയാൻ കാരണം പല കുട്ടികൾക്കും ഇത് ഏതൊരു ഓർഡറിൽ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ സ്റ്റാർട്ട് വിത്ത് കോസ്റ്റ് ഷീറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. കോസ്റ്റ് ഷീറ്റ് പഠിക്കുമ്പോൾ തന്നെ അതിനുശേഷം മെറ്റീരിയൽ പഠിക്കുക, കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ കമ്പൽസറി ആയിട്ട് വരുന്ന കോൺട്രാക്ട് കോസ്റ്റിങ്, പ്രോസസ് കോസ്റ്റിങ് പഠിക്കുക. അതിനുശേഷം ലേബർ, ഓവർ ഹെഡ്, ദെൻ മൊഡ്യൂൾ നമ്പർ 5 തിയറി കാര്യങ്ങളൊക്കെയാണ് മിക്കതും വരാം, ബഡ്ജറ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ഒക്കെ. പിന്നെ മൊഡ്യൂൾ നമ്പർ 1 പ്യുവർ തിയറി കാര്യങ്ങൾ പഠിക്കുക. ഇനി ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട ഏരിയാസ് കുറച്ചും കൂടിയും കിട്ടുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 9 സെഷൻ കൊണ്ടൊക്കെ മൊത്തം അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഷുവർ പാസ്സാണ്, ഉറപ്പായിട്ടും ജയിക്കും. മാർക്ക് നല്ലോണം സ്കോർ ചെയ്യാനും പറ്റും നമ്മുടെ ക്ലാസ്. അപ്പോൾ ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റി പറയാനുള്ള. ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രോബ്ലം പേപ്പറിൽ പോയതുകൊണ്ടാണ് അതിൻ്റെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി QT പേപ്പർ ഏറ്റവും കൂടുതൽ സപ്ലൈ ഉള്ള പേപ്പർ. സോ QT പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഓർഡറിൽ പഠിക്കണം. അപ്പോൾ QTയുടെ പ്രത്യേകത, ഇതിൽ നിന്ന് കമ്പൽസറി ആയിട്ട് മിക്കതും ഈസിയസ്റ്റ് ഏരിയയിൽ നിന്ന് എസ് വരും, കോറിലേഷൻ റിഗ്രഷൻ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് QT എന്താണെന്നുള്ള തിയറി മനസ്സിലാക്കി വെച്ചു. അതിനുശേഷം നിങ്ങളുടെ ചങ്ക് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് 2 മാർക്സ് 5 മാർക്സ് എസ് ചിലപ്പോൾ പാസ് മാർക്കിൻ്റെ അടുത്തടക്കം നമുക്ക് കിട്ടും. കോറിലേഷനും റിഗ്രഷനും പഠിച്ചു കഴിഞ്ഞാൽ ഒരു എസ് ഉണ്ടാവും, 5 മാർക്ക് ഉണ്ടാവും, 2 മാർക്സ് 3-4 ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് QTയിൽ കോറിലേഷൻ റിഗ്രഷൻ ആണ്. അപ്പോൾ തന്നെ നമുക്കൊരു എഡ്ജ് കിട്ടി. അതിനുശേഷം പിന്നെ ഈ പറയുന്ന പലരും പ്രോബബിലിറ്റി ഏരിയാസ് ഇങ്ങനെ കുറേ നോക്കി സമയം കളയും. പ്രോബബിലിറ്റിയുടെ ബേസിക് കാര്യങ്ങളൊന്നും ഇപ്പോൾ നോക്കരുത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയയിലോട്ട് കിടക്കുക. പ്രോബബിലിറ്റിയുടെ ബേസിക് തിയറിയൊക്കെ കുറേ നോക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലായി, അങ്ങനെയാണ്. അപ്പോൾ സ്മാർട്ട് അപ്രോച്ച് എന്ന് പറയുമ്പോൾ കോറിലേഷൻ റിഗ്രഷൻ കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കടക്കേണ്ടത് ഡിസ്ട്രിബ്യൂഷനാണ്. മൊഡ്യൂൾ നമ്പർ 4 ആ ഒരു അപ്രോച്ചാണ് കൊണ്ടുവരേണ്ടത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലുള്ള ബൈനോമിയൽ, പോയിസോൺ, നോർമൽ, ഇതാണ് കവർ ചെയ്യേണ്ടത്. ഇതിൽ നിന്നാണ് പിന്നെ SC ചോദ്യങ്ങളാവട്ടെ അല്ലെങ്കിൽ അഡീഷണൽ മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. 3 പാർട്ടിലെ ചോദ്യങ്ങൾ വരും. അപ്പോൾ നെക്സ്റ്റ് കവർ ചെയ്യേണ്ടത് അതാണ്. പിന്നെ കമ്പൽസറി essay 4 എണ്ണത്തിൽ ഒരെണ്ണം വരുന്നത് മൊഡ്യൂൾ നമ്പർ 5 ആണ്. വളരെ ഈസി ആയിട്ട് LPPയുടെ essay സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ LPP കമ്പൽസറി essay ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൊഡ്യൂൾ നമ്പർ 2ഉം മൊഡ്യൂൾ നമ്പർ 5 പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായി, അതിനായിട്ടും കൂടുതൽ സ്കോർ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അപ്രോച്ചിലോട്ട് പോകാൻ പറ്റും. കോറിലേഷൻ ആൻഡ് റിഗ്രഷനും അതുപോലെ തന്നെ LPP ഏരിയാസ് കവർ ചെയ്ത് തന്നെ പാസ്സാകാൻ പറ്റും. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോയാൽ മതി. ദെൻ പിന്നെ QTയുടെ ബേസിക് തിയറി ഫസ്റ്റ് ചാപ്റ്റർ തിയറിയും കാര്യങ്ങളൊക്കെ നോക്കാം. 2 മാർക്സ് 5 മാർക്സ് എന്തെങ്കിലും വന്നാലായി. പിന്നെ ലാസ്റ്റ് പ്രോബബിലിറ്റിയുടെ ബേസിക്കിലോട്ട് പോയാൽ മതി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. കാരണം ഇതൊക്കെ കുറേ നോക്കിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും 2 മാർക്കോ 5 മാർക്കിൻ്റെ ഒരെണ്ണമൊക്കെ വരല്ലോ, കുറേ കവർ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് സ്മാർട്ട് അപ്രോച്ചാണ് പറഞ്ഞ എക്സാമിന് മാർക്ക് വരുന്ന ഓർഡറിലാണ് പറഞ്ഞ. സ്റ്റാർട്ട് വിത്ത് QT, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. കോറിലേഷൻ റിഗ്രഷനാണ് നിങ്ങൾ മെയിനായിട്ട് പഠനം ആരംഭിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് മൊഡ്യൂൾ നമ്പർ 5ലോട്ട് പോകാം. LPP കവർ ചെയ്ത് അവസാനിപ്പിക്കാം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ, പോയിസോൺ, അതുപോലെ തന്നെ നോർമൽ, അവസാനം പ്രോബബിലിറ്റിയുടെ ബേസിക് തിയറി, പിന്നെ QTയുടെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ച് അവസാനിപ്പിച്ചാലും മതി. അപ്പോൾ ഒന്നും കഴിയാത്തവർ 2 മൊഡ്യൂളിലോട്ട് മിനിമം ഫോക്കസ് കൊടുക്കുക. റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത് ഇനി നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ റിഗ്രഷനും LPPയും. ഓക്കെ, അപ്പോൾ ഇതാണ്
എനിക്ക് 2 പ്രോബ്ലം പേപ്പറിനെ പറ്റിയിട്ട് പറയാനുള്ള. ബാക്കി തിയറി പേപ്പേഴ്സ് നിങ്ങൾ ടൈം എടുത്ത് എന്തായാലും പഠിക്കണം. ഞാൻ ഓരോ പേപ്പറിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും, എസ്പെഷ്യലി പ്രോബ്ലം പേപ്പേഴ്സ്. അപ്പോൾ ഇനി ഒരു മാസമാണ് നമ്മുടെ മുമ്പിലുള്ള. നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുക, ഹൈ സ്കോറിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.